പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാരീരികവും മാനസികവുമായ അസ്തിത്വത്തിന്റെ അടിസ്ഥാനശിലയാണ് DNA. എന്നാൽ അത് വെറും ജൈവതന്മാത്രകളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് നമ്മുടെ പൂർവികരുടെ ആയിരക്കണക്കിന് വർഷത്തെ അനുഭവങ്ങളും അറിവുകളും മുറിവുകളും പേറുന്ന ഒരു കോസ്മിക് ലൈബ്രറി കൂടിയാണ്. നമ്മുടെ DNAയിൽ 2 പ്രധാന വശങ്ങളുണ്ട്. ജീവശാസ്ത്രപരമായ പാരമ്പര്യം, നമ്മുടെ കണ്ണുകളുടെ നിറം, ഉയരം, ശാരീരിക പ്രത്യേകതകൾ. അടുത്തത് ഊർജ്ജസ്വലമായ പാരമ്പര്യം, നമ്മുടെ പൂർവികർ അനുഭവിച്ച അതിജീവനത്തിന്റെ കരുത്തും അവർ കടന്നുപോയ ആഘാതങ്ങളും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന അകാരണമായ ഭയങ്ങൾ, ആവർത്തിച്ചുവരുന്ന പരാജയങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നമ്മുടെ DNAയിൽ പതിഞ്ഞുപോയ പഴയകാല പ്രോഗ്രാമുകൾ ആകാം. ഈ പ്രോഗ്രാമുകളെ ബോധപൂർവം തിരുത്തിയെഴുതുന്ന പ്രക്രിയയാണ് DNA ഹീലിംഗ്. ആധുനിക ശാസ്ത്രം നമ്മുടെ ഭൗതിക ശരീരത്തിൽ 2 DNA സ്ട്രാൻഡുകൾ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആത്മീയ ശാസ്ത്രം അനുസരിച്ച് മനുഷ്യർക്ക് മറ്റ് 10 സ്ട്രാൻഡുകൾ കൂടി സുഷുപ്താവസ്ഥയിൽ ഉണ്ട്. ഈ 10 സ്ട്രാൻഡുകളെ ഉണർത്തുന്നതിലൂടെ ഉയർന്ന അവബോധം, ഉൾക്കാഴ്ചകൾ, പ്രപഞ്ചവുമായുള്ള ആഴത്തിലുള്ള ബന്ധം എന്നിവ കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ ഓരോ കോശവും ഒരു ലൈബ്രറി പോലെയാണ്. അവിടെ കേവലം ജൈവവിവരങ്ങൾ മാത്രമല്ല, വൈകാരിക സ്മരണകളും സൂക്ഷിക്കപ്പെടുന്നു. 7 തലമുറകൾക്ക് മുമ്പുള്ള ഒരാൾ അനുഭവിച്ച കഠിനമായ ദുഃഖം ഇന്നും നിങ്ങളിൽ അനാവശ്യമായ ഉത്കണ്ഠയുണ്ടാക്കാം. ആഴത്തിലുള്ള ശ്വസന പ്രക്രിയയിലൂടെയും ക്വാണ്ടം ഹീലിംഗിലൂടെയും ഈ കോശസ്മരണകളെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. DNA എന്നത് ഊർജ്ജത്തോട് പ്രതികരിക്കുന്ന ഒരു ആന്റിന പോലെയാണ്. ഭയം, ദേഷ്യം, കുറ്റബോധം എന്നിവ DNA സ്ട്രാൻഡുകളെ ചുരുക്കുന്നു. ഇത് ഊർജ്ജപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. സ്നേഹം, കൃതജ്ഞത എന്നിവ DNA സ്ട്രാൻഡുകളെ വികസിപ്പിക്കുന്നു. ഇത് ശരീരത്തിന്റെ സ്വയം സുഖപ്പെടുത്താനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. DNA ഹീലിംഗ് എന്ന ആശയം കേവലം ശാസ്ത്രത്തിന് പുറം നമ്മുടെ പൂർവികരുടെ അറിവും ഊർജ്ജവും എങ്ങനെ വ്യക്തിജീവിതത്തെ മാറ്റിമറിക്കും എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ സ്വഭാവം, ആരോഗ്യം, ചിന്താഗതികൾ എന്നിവയിൽ നല്ലൊരു പങ്കും പൂർവികരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഭയം, ഉത്കണ്ഠ, അനാവശ്യമായ ചിന്താധാരകൾ എന്നിവയും ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടാം. ഈ നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്ത് പോസിറ്റീവ് ആയ ആൻസെസ്ട്രൽ വിസ്ഡം അല്ലെങ്കിൽ പൂർവിക ജ്ഞാനത്തെ ഉണർത്തുന്ന പ്രക്രിയയാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ ആവർത്തിച്ചുവരുന്ന തടസ്സങ്ങൾ തിരിച്ചറിയുക. ഇത് കുടുംബപരമായ കർമ്മങ്ങളോ സ്വഭാവങ്ങളോ ആകാം. ദിവസവും കുറച്ചു സമയം ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്റെ പൂർവികരിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജ്ജം ഞാൻ സ്വീകരിക്കുന്നു എന്ന ചിന്തയോടെ മനസ്സിനെ ഏകാഗ്രമാക്കുക. ആധുനിക ശാസ്ത്രശാഖയായ എപ്പിജനറ്റിക്സ് പറയുന്നത് നമ്മുടെ DNA ഘടന മാറുന്നില്ലെങ്കിലും നമ്മുടെ ചിന്തകളും സാഹചര്യങ്ങളും അനുസരിച്ച് ചില ജീനുകൾ ഓൺ ആകാനോ ഓഫ് ആകാനോ സാധ്യതയുണ്ട് എന്നാണ്. പൂർവികർ അനുഭവിച്ച കഠിനമായ ദുഃഖങ്ങൾ അല്ലെങ്കിൽ പേടികൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. അതുപോലെ തന്നെ അവരുടെ അതിജീവനശേഷിയും അറിവും കഴിവും നമ്മുടെ DNAയിൽ നിശബ്ദമായി കിടക്കുന്നുണ്ട്. ഇതിനെ ഉണർത്തുക എന്നതാണ് DNA ഹീലിംഗിന്റെ ലക്ഷ്യം. നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയും DNA തന്തുക്കളും ഊർജ്ജത്തോട് പ്രതികരിക്കുന്നു. ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുക, ശരിയായ ശ്വസനരീതികൾ പിന്തുടരുക എന്നിവയിലൂടെ കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നു. നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച വിജയങ്ങളും കഴിവുകളും, ഉദാഹരണത്തിന് വൈദ്യം, സംഗീതം, നേതൃപാടവം, നിങ്ങളുടെ ഉള്ളിൽ സുഷുപ്താവസ്ഥയിലുണ്ട്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പിന്നിൽ അനേകം തലമുറകളിലെ പൂർവികർ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക.
അവരിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജം ഒരു സ്വർണ്ണ പ്രകാശമായി നിങ്ങളുടെ ഡിഎൻഎയിലേക്ക് ഒഴുകുന്നതായി കാണുക. ഈ വരികൾ ദിവസവും രാവിലെ കണ്ണാടി നോക്കി പറയുക. ഇത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെയും ഡിഎൻഎ ഫ്രീക്വൻസിയെയും മാറ്റാൻ സഹായിക്കും. ഞാൻ എന്റെ പൂർവികരിൽ നിന്നുള്ള എല്ലാ നെഗറ്റീവ് പാറ്റേണുകളിൽ നിന്നും ഇന്ന് മോചിതനാണ്, മോചിതയാണ്. എന്റെ ഓരോ കോശവും പ്രപഞ്ചത്തിന്റെ ചൈതന്യത്താൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ ഡിഎൻഎയിൽ ഉറങ്ങിക്കിടക്കുന്ന പൂർവിക ജ്ഞാനം ഇപ്പോൾ ഉണരുന്നു. ഞാൻ ആരോഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയൊരു വംശാവലിക്ക് തുടക്കം കുറിക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ ഡിഎൻഎ തന്തുക്കളെ മുറുക്കുകയും ആശയവിനിമയം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ സ്നേഹം, സമാധാനം എന്നീ വികാരങ്ങൾ ഡിഎൻഎയെ അയവുള്ളതാക്കുകയും പ്രപഞ്ചത്തിൽ നിന്നുള്ള ഉയർന്ന അറിവ് സ്വീകരിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. തകരാറിലായ കോശങ്ങളെ ശരിയാക്കാൻ ശരീരത്തിന് ഒരു ബ്ലൂപ്രിന്റ് ആവശ്യമാണ്. ഡിഎൻഎ ഹീലിംഗിലൂടെ ഈ ഒറിജിനൽ ബ്ലൂപ്രിന്റ് വീണ്ടെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ആവർത്തിച്ചു വരുന്ന രോഗങ്ങൾ, വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചകൾ എന്നിവ വെറും യാദൃശ്ചികമല്ല, അവ ഡിഎൻഎയിലെ കർമ്മിക് ബ്ലോക്കുകൾ ആണ്. ധ്യാനത്തിലൂടെ നിങ്ങളുടെ പൂർവിക പരമ്പരയിലെ നെഗറ്റീവ് എനർജി കോഡുകളെ ഡിസ്കണക്ട് ചെയ്യാനും പകരം അവരുടെ കരുത്ത് മാത്രം സ്വീകരിക്കാനും സാധിക്കും. ഇത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഗുണകരമാകും. ഇനി പറയുന്ന വ്യായാമം നിങ്ങളുടെ ഡിഎൻഎയെ ഉണർത്താൻ സഹായിക്കും. നട്ടെല്ല് നേരെയാക്കി ഇരിക്കുക. ആകാശത്തുനിന്ന് ഒരു വെള്ളിവെളിച്ചം നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നതായി സങ്കൽപ്പിക്കുക. ഈ വെളിച്ചം നിങ്ങളുടെ ഓരോ കോശത്തിലും പ്രവേശിക്കുന്നു. ഈ വെളിച്ചം നിങ്ങളുടെ ഓരോ കോശത്തിലും പ്രവേശിക്കുന്നു. നിങ്ങളുടെ ഡിഎൻഎയിലെ 2 തന്തുക്കൾ തിളങ്ങാൻ തുടങ്ങുന്നതായും അവയ്ക്ക് ചുറ്റും പുതിയ തന്തുക്കൾ രൂപപ്പെടുന്നതായും സങ്കൽപ്പിക്കുക. ഞാൻ എന്റെ പൂർവികരുടെ ഏറ്റവും മികച്ച രൂപമാണ് എന്ന് മനസ്സിൽ പറയുക. ഡിഎൻഎ ഹീലിംഗിന്റെ ഏറ്റവും ആഴമേറിയതും പ്രായോഗികവുമായ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതിനെ ഒരു ബയോളജിക്കൽ അസെൻഷൻ എന്ന് വിളിക്കാം. അതായത് നിങ്ങളുടെ ഭൗതിക ശരീരം ഉയർന്ന ഊർജ്ജതരംഗങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ പരിവർത്തനം ചെയ്യപ്പെടുന്ന അവസ്ഥ. നിങ്ങളുടെ ഡിഎൻഎ ഹാർഡ്വെയർ ആണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന സോഫ്റ്റ്വെയറാണ്. സ്നേഹം, കൃതജ്ഞത എന്നീ വികാരങ്ങൾ ഡിഎൻഎയിലെ ആരോഗ്യകരമായ ജീനുകളെ ഉണർത്തുന്നു. മറിച്ച് ദീർഘകാലമായുള്ള ദേഷ്യം അല്ലെങ്കിൽ ഭയം ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ പൂർവികർ അനുഭവിച്ച കഠിനമായ പട്ടിണി, യുദ്ധം അല്ലെങ്കിൽ വേർപിരിയലുകൾ എന്നിവയുടെ ആഘാതം അവരുടെ ഡിഎൻഎയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ കാരണമില്ലാത്ത ഭയമായോ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും അനുഭവപ്പെടുന്ന തടസ്സങ്ങളായോ പ്രകടമാകാം. നിങ്ങൾ ബോധപൂർവം ഈ പാറ്റേണുകൾ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ അത് നിങ്ങളുടെ വംശാവലിയിൽ പിന്നോട്ടും പൂർവികരിലേക്ക് മുന്നോട്ടും വരാനിരിക്കുന്ന തലമുറകളിലേക്ക് മാറ്റം വരുത്തുന്നു. നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ നിങ്ങൾ ആ കുടുംബത്തിലെ ഹീലർ ആയി മാറുന്നു. സൂര്യപ്രകാശത്തിന് ഡിഎൻഎയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. രാവിലെ സൂര്യോദയ സമയത്ത് 5 തൊട്ട് 10 മിനിറ്റ് സൂര്യപ്രകാശം ഏൽക്കുന്നത് നിങ്ങളുടെ പീനിയൽ ഗ്ലാൻഡിനെ ഉണർത്തുകയും ഡിഎൻഎ ആക്ടിവേഷൻ സഹായിക്കുകയും ചെയ്യുന്നു. ചന്ദ്രന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ചലനം നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെയും അതുവഴി
ഡിഎൻഎയിലെ ഇലക്ട്രിക്കൽ ചാർജിനെയും സ്വാധീനിക്കുന്നു. പൂർണ്ണചന്ദ്ര ദിനങ്ങളിൽ ചെയ്യുന്ന ധ്യാനം ഡിഎൻഎ ഹീലിംഗിന് ഏറ്റവും ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണ്. വെള്ളത്തിന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് പോസിറ്റീവ് എനർജി നൽകുന്നതിലൂടെ അത് നിങ്ങളുടെ ഓരോ കോശത്തിലും എത്തി ഡിഎൻഎയെ സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഡിഎൻഎ സുഖപ്പെട്ടു തുടങ്ങുമ്പോൾ ഇനി പറയുന്നവ അനുഭവപ്പെടാം. പൂർവികരിൽ നിന്നോ ഉയർന്ന തലങ്ങളിൽ നിന്നോ സന്ദേശങ്ങൾ ലഭിക്കുന്ന സ്വപ്നങ്ങൾ. ശരീരം കൂടുതൽ സ്വാഭാവികവും സസ്യാധിഷ്ഠിതവുമായ ഭക്ഷണങ്ങൾ ആവശ്യപ്പെടുന്നു. നിങ്ങളെ തളച്ചിടുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സ്വാഭാവികമായി അകന്നു മാറുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാദൃശ്ചികമെന്നോണം കൃത്യസമയത്ത് സംഭവിക്കുന്നു. മനുഷ്യന്റെ ഡിഎൻഎയുടെ 97% ഉപയോഗശൂന്യമാണെന്ന് ദീർഘകാലമായി ശാസ്ത്രം കരുതിയിരുന്നു. എന്നാൽ ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവ യഥാർത്ഥത്തിൽ റെഗുലേറ്ററി പ്രോട്ടോക്കോളുകൾ ആണെന്നാണ്. ഈ 97%-ലാണ് നിങ്ങളുടെ പൂർവികരുടെ അതീന്ദ്രിയ ജ്ഞാനം, രോഗപ്രതിരോധ ശേഷി, ആത്മീയമായ ഉണർവ് എന്നിവ ഒളിഞ്ഞിരിക്കുന്നത്. ശരിയായ ഫ്രീക്വൻസിയിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും ഈ ജങ്ക് ഭാഗത്തെ സജീവമാക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയും അവബോധവും 10 വർദ്ധിക്കുന്നു. കോശങ്ങൾ തങ്ങളെ തന്നെ പുതുക്കാൻ എടുക്കുന്ന സമയമാണ് 21 ദിവസം. ഈ കാലയളവിൽ ഇനി പറയുന്നവ ശീലിക്കുക. എല്ലാ ദിവസവും രാവിലെ ഉപ്പുവെള്ളത്തിൽ കുളിക്കുക. ഇത് ശരീരത്തിലെ നെഗറ്റീവ് ഇലക്ട്രിക്കൽ ചാർജ് നീക്കം ചെയ്യാൻ സഹായിക്കും. ഞാൻ എന്റെ മുൻഗാമികളുടെ ഭാരങ്ങൾ ഇറക്കിവെക്കുന്നു എന്ന് ചിന്തിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 528 ഹെർട്സ് സംഗീതം കേൾക്കുക. നിങ്ങളുടെ ഡിഎൻഎ തന്തുക്കൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നതായി സങ്കൽപ്പിക്കുക. പുതിയ ശീലങ്ങൾ, ഭക്ഷണം, ചിന്ത ഉറപ്പിക്കുക. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. എനിക്ക് വയ്യ, ഞാൻ പരാജയമാണ് തുടങ്ങിയ വാക്കുകൾ ഡിഎൻഎയെ നെഗറ്റീവ് ആയി പ്രോഗ്രാം ചെയ്യും. പകരം ഞാൻ പരിവർത്തനത്തിലാണ് എന്ന് പറയുക. ദിവസവും 20 മിനിറ്റ് പൂർണ്ണമായ നിശബ്ദതയിൽ ഇരിക്കുന്നത് ഡിഎൻഎയിലെ നോയിസ് കുറയ്ക്കാനും കൃത്യമായ സിഗ്നലുകൾ സ്വീകരിക്കാനും സഹായിക്കുന്നു. ഹീലിംഗ് എന്നാൽ കേവലം നെഗറ്റീവ് മാറ്റുക മാത്രമല്ല, പോസിറ്റീവ് ആയവ സ്വീകരിക്കുക കൂടിയാണ്. നിങ്ങളുടെ വംശപരമ്പരയിൽ ആരെങ്കിലും നല്ലൊരു കലാകാരനോ കർഷകനോ വൈദ്യനോ ആയിരുന്നിരിക്കാം. ആ കഴിവ് ഒരു സീഡ് കോഡ് ആയി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ധ്യാനത്തിലിരുന്ന് ആ കഴിവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ഷണിക്കുക. എന്റെ മുത്തച്ഛന്റെ, മുത്തശ്ശിയുടെ ആ കഴിവ് എന്നിലൂടെ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരു കാര്യം ശക്തമായി വിശ്വസിക്കുമ്പോൾ, ഉദാഹരണത്തിന്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. നിങ്ങളുടെ ഡിഎൻഎ ആ സിഗ്നലിനെ സ്വീകരിക്കുകയും കോശങ്ങളിലെ പ്രോട്ടീൻ ഉൽപ്പാദനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. പാരമ്പര്യമായി ലഭിച്ച ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൾ എന്ന തരത്തിലുള്ള ചിന്താഗതികൾ ഈ സിഗ്നലിനെ തടയുന്നു. ഹീലിംഗിലൂടെ നാം ഈ ബ്ലോക്കുകളെ തകർക്കുന്നു. രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളുടെ ശരീരത്തിലെ രക്തം പ്രകാശമാനമായ നീലനിറത്തിലോ സ്വർണ്ണനിറത്തിലോ ഒഴുകുന്നതായി സങ്കൽപ്പിക്കുക. ഇത് രക്തത്തിലൂടെ പടരുന്ന പാരമ്പര്യ വൈകാരിക രോഗങ്ങളെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ഡിഎൻഎയുടെ സർപ്പിലാകൃതി പ്രപഞ്ചത്തിലെ ഗാലക്സികളുടെയും കടൽ ശംഖുകളുടെയും അതേ അനുപാതത്തിലാണ്.
ധ്യാനസമയത്ത് ശ്രീചക്രം പോലെയുള്ള ജ്യാമിതീയ രൂപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഡിഎൻഎയിലെ താളം തെറ്റിയ കോഡുകളെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ക്രോമസോമുകളുടെ അറ്റത്തുള്ള സംരക്ഷണ കവചങ്ങളാണ് ടെലോമിയറുകൾ. സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും ഡിഎൻഎ മെഡിറ്റേഷനിലൂടെയും ഈ ടെലോമിയറുകളുടെ നീളം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുന്നു. ഡിഎൻഎ ഹീലിംഗിലൂടെ ശരീരത്തിലെ കോശങ്ങൾ പ്രായം കുറഞ്ഞ അവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങുന്നു. നിങ്ങൾ ദിവസവും കുടിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങളുടെ സ്നേഹവും കൃതജ്ഞതയും അറിയിച്ച ശേഷം അത് കുടിക്കുക. വെള്ളത്തിലെ തന്മാത്രകൾ നിങ്ങളുടെ ഡിഎൻഎയുമായി വേഗത്തിൽ സംവദിക്കുകയും നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെ പോസിറ്റീവ് ആക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും നിങ്ങളുടെ ഡിഎൻഎ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ കോസ്മിക് ഇന്റലിജൻസിനെ ബഹുമാനിക്കുക. നമ്മുടെ ശരീരത്തിലെ ആരോഗ്യവാനായ ഓരോ കോശവും നേരിയ തോതിൽ പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിനെയാണ് ബയോഫോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ രോഗികളാകുമ്പോഴോ സങ്കടപ്പെടുമ്പോഴോ ഈ പ്രകാശം മങ്ങുന്നു. പ്രകാശധ്യാനത്തിലൂടെ കോശങ്ങളിലെ ഈ വെളിച്ചം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് രോഗപ്രതിരോധ ശേഷി അത്ഭുതകരമായി വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ ഒരാളെ ശപിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തുമ്പോഴോ നിങ്ങളുടെ ഡിഎൻഎയുടെ ആകൃതി മാറുന്നു. ഒരു വ്യക്തി തന്റെ ഡിഎൻഎ സുഖപ്പെടുത്തുമ്പോൾ അത് സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു. ഒരു കുടുംബത്തിലെ ഒരാൾ തന്റെ പാരമ്പര്യമായി വരുന്ന നെഗറ്റീവ് സ്വഭാവങ്ങൾ, ഉദാഹരണത്തിന് അമിത ദേഷ്യം, മാറ്റിയാൽ അത് ആ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുടെ ഡിഎൻഎ ഫീൽഡിനെയും പോസിറ്റീവ് ആയി സ്വാധീനിക്കുന്നു. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഒരു ഹീലിംഗ് നിങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ആരോഗ്യകരമായ ഒരു ജനിതക അടിത്തറ നൽകുന്നു. അവർക്ക് നിങ്ങളുടെ മാനസിക ഭാരങ്ങൾ പേറേണ്ടി വരുന്നില്ല. എന്റെ അച്ഛന് വന്ന രോഗം എനിക്കും വരും, തെറ്റാണ്. നിങ്ങൾ ആ ജീനിനെ ആക്ടിവേറ്റ് ചെയ്യാതിരുന്നാൽ ആ രോഗം വരില്ല. ഡിഎൻഎ മാറ്റാൻ കഴിയില്ല, തെറ്റാണ്. നിങ്ങളുടെ ചിന്തകൾക്കും സാഹചര്യങ്ങൾക്കും ഡിഎൻഎ എക്സ്പ്രഷൻ മാറ്റാൻ കഴിയും. ഇതൊരു മാന്ത്രിക വിദ്യയാണ്, അല്ല, ഇത് ബയോളജിയും ക്വാണ്ടം ഫിസിക്സും ചേർന്ന ശാസ്ത്രീയമായ പ്രക്രിയയാണ്. നിങ്ങളുടെ രക്തത്തിൽ ഒഴുകുന്നത് കേവലം കോശങ്ങളല്ല, മറിച്ച് അതിജീവനത്തിന്റെ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമാണ്. ആ ചരിത്രത്തിലെ മുറിവുകളെ മായ്ച്ചു കളയാനും പകരം അതിലെ വെളിച്ചത്തെ മാത്രം പുറത്തെടുക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു പ്രാർത്ഥനയാണ്. അത് നിങ്ങളുടെ ഡിഎൻഎ കേൾക്കുന്നുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. നമുക്ക് ഒന്നിച്ച് ആരോഗ്യകരമായ, ബോധവാനായ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാം. നന്ദി. പ്രകാശപൂർണമായ ഒരു ജീവിതം നേരുന്നു. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.